മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മോർ മിലിത്യോസ് ഉൾപ്പെടെ 120 പേർക്കെതിരെ കേസെടുത്തു. കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. വധശ്രമം, കലാപശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണോ? പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടം ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്കും വിളിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ഇന്നലെ രാത്രി മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുൻപിൽ നടത്തിവന്ന ഓർത്തഡോക്സ് വിഭാഗം നടത്തിവന്ന സമരം അക്രമാസക്തമാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ കല്ലേറും അടിപിടി അടക്കമുള്ളവ ഉണ്ടായി. ഈ കല്ലേറിൽ തൃശൂർ ഭദ്രാസനാധിപൻ, ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്യോസ് ഉൾപ്പെടെയുള്ള 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇരുവിഭാഗത്തിനും പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ തൃശൂർ ഭദ്രാസനാധിപൻ ബിഷപ്പ് യുഹാനോൻ മാർ മിലിത്യോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ തൃശൂർ ഭദ്രാസനാധിപൻ തന്നെയാണ് കേസിലെ ഒന്നാം പ്രതി. 120 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുക്കപ്പെട്ടവരിൽ വൈദികർ ഉൾപ്പെടെ ഉണ്ട്. ഇവർക്കെതിരെ വധശ്രമം, കലാപശ്രമം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗത്തിലുള്ളവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഏകദേശം 30ഓളം പേരെയും യാക്കോബായ വിഭാഗത്തിലെ 12ഓളം പേരെയും പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇന്നലെ രാത്രി ഉണ്ടായ അക്രമത്തെ തുടർന്നും പിന്നീടും മണിക്കൂറുകളോളം പള്ളിക്ക് മുൻപിൽ സംഘർഷാവസ്ഥ നിലനിന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ ഇരു കൂട്ടരെയും സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് കളക്ടറേറ്റിൽ വെച്ചാണ് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗവുമായി കളക്ടർ ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ സെന്റ് മേരീസ് പള്ളിക്ക് മുൻപിൽ എത്തിയത്. എന്നാൽ യാക്കോബായ വിഭാഗം ഇത് തടയുകയായിരുന്നു. യാക്കോബായ വിഭാഗം പള്ളിയുടെ ഗേറ്റ് പൂട്ടി പള്ളിക്കകത്ത് കയറി പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മുതൽ പുറത്ത് സഹന സമരം നടത്തി വരികയായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം. ആ സമരമാണ് ഇന്നലെ രാത്രി 11:30 അക്രമാസക്തമായത്. പള്ളിക്ക് അകത്തുണ്ടായിരുന്ന യാക്കോബായ വിഭാഗവും പുറത്തുള്ള ഓർത്തഡോക്സ് വിഭാഗവും നേർക്കുനേർ ഏറ്റുമുട്ടുകയായിരുന്നു. വലിയ സംഘർഷം ഉണ്ടായി, കല്ലേറുണ്ടായി, അടിപിടി ഉണ്ടായി. ഈ കല്ലേറിൽ പള്ളിയുടെ ജനൽച്ചീലുകൾ അടക്കം തകർന്നിട്ടുണ്ട്. തൃശൂർ ഭദ്രാസനാധിപൻ ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരു വിഭാഗത്തിലുള്ളവർക്കും പരിക്കേറ്റു. ഇതേ തുടർന്നാണ് പോലീസ് ഇടപെട്ട് ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കിയവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തൃശൂർ ഭദ്രാസനാധിപൻ ബിഷപ്പ് യുഹാനോൻ മാർ മിലിത്യോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 12 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ആവും എന്ന് തന്നെയാണ് ഇരുവിഭാഗവും പ്രതീക്ഷിക്കുന്നത്. ജോർജറ്റ്, ഉമേഷ്, ഇരുവിഭാഗവും ഒരു സമന്വയത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ നിലവിലുണ്ടോ? 2 ദിവസമായി ഇവിടെ സംഘടിച്ചെത്തുന്ന പള്ളിക്ക് അകത്തും പുറത്തും ഈ ഇരുവിഭാഗവും സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയത്. നിലവിൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ടോ? പോലീസ് ഏതുവിധ സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്? ജോർജറ്റ്, വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷ ഇപ്പോൾ പള്ളിക്ക് മുൻപിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷവും ഇവിടെ ഇരുവിഭാഗത്തിൽപ്പെട്ടവരും തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്കിലും പ്രശ്നക്കാരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇനിയൊരു പ്രശ്നം നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രത്യേകിച്ച് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കടക്കം കളക്ടർ വിളിച്ച സാഹചര്യത്തിൽ നിലവിൽ സംഘർഷം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ചർച്ചയോടുകൂടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ട പോലെ എറണാകുളം ജില്ലയിൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. കോതമംഗലത്തെയും പിറവത്തെയും എല്ലാം പള്ളിയിൽ ഇത്തരത്തിൽ സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പ് എന്ന നിലയിൽ താൽക്കാലിക പരിഹാരം ഉണ്ടാവുകയും ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ അതേ മാതൃക തന്നെ ഈ തൃശൂർ മാന്നാമംഗലം പള്ളിയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് എന്ന നിലയിലായിരിക്കും ഇരുവിഭാഗവുമായി കളക്ടർ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഘർഷത്തിന് അയവ് വരികയും ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വ്യക്തമാണ്. തൃശൂർ മാന്നാമംഗലം പള്ളിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. തർക്കം തുടരുന്നു. ജില്ലാ ഭരണകൂടം ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. ചിന്നക്കനാൽ നടുപ്പാറ എസ്റ്റേറ്റ് ഇരട്ടക്കൊലപാതക കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. രാജകുമാരി കുളപ്പറച്ചാൽ സ്വദേശി ബോബുവിനെ മധുരയിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചു.
ചിന്നക്കനാൽ ഗ്യാപ്പ് റോഡിന് സമീപം ഏലത്തോട്ടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന റിഥം ഓഫ് മൈൻഡ്സ് റിസോർട്ടിന്റെ ഉടമ രാജേഷ് എന്ന് വിളിക്കുന്ന ജേക്കബ് വർഗീസിനെയും സഹായി മുത്തയ്യെയും കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക അറസ്റ്റ്. ഒളിവിൽ കഴിയുകയായിരുന്ന ബോബിനെ മധുരയിൽ നിന്നാണ് പിടികൂടിയത്. വ്യാഴാഴ്ച രാത്രി 10:30 പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. പ്രതിയെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ രാജേഷ് കൊല്ലപ്പെട്ടത് വെടിയേറ്റല്ലെന്നും ആഴത്തിലുള്ള കുത്തേറ്റാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കുത്തിന്റെ ശക്തിയിൽ ആയുധം ശരീരത്തിന്റെ പിൻഭാഗത്തും മുറിവേൽപ്പിച്ചിരുന്നതാണ് മരണം വെടിയേറ്റാകാം എന്ന സംശയത്തിന് ഇടയാക്കിയത്. മുത്തയ്യയുടെ മരണകാരണം മർദ്ദനമേറ്റതാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കൊലപാതകത്തിനിടെ മുറിവേറ്റ ബോബിൻ 2 ആശുപത്രികളിൽ ചികിത്സ തേടിയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സംഭവശേഷം പ്രതി വിൽപ്പന നടത്തിയ 100 കിലോയിലധികം ഏലം പോലീസ് കണ്ടെടുത്തു. ആയുധങ്ങൾ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി പ്രതിയുമായി ശനിയാഴ്ച വിശദമായി തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജേഷിനെയും മുത്തയ്യെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബോബിനെ ഒളിവിൽ കഴിയാനും ഇടുക്കിയിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിച്ച ദമ്പതികളായ ഇസ്രവേൽ, കപില എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ശാന്തൻപാറ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശബരിമല ദർശനത്തിന് പേരിൽ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ നേരിടുന്ന ബിന്ദുവും കനകദുർഗയും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജീവന് ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയം സുരക്ഷ നൽകാൻ ഉത്തരവിടണം, ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് സുരക്ഷ നൽകാൻ നിർദ്ദേശം നൽകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഇരുവരും ഉന്നയിച്ച ആവശ്യങ്ങൾക്കപ്പുറം കോടതിക്ക് ഈ തീർത്ഥാടന കാലത്തെ സംഭവങ്ങൾ കൂടി ബോധ്യപ്പെടാൻ സാഹചര്യമൊരുക്കുന്നതാണ് ഇന്നത്തെ ഈ ഹർജി. എന്താണ് വിവരങ്ങൾ? ജോർജറ്റ് 48ാമത്തെ കേസാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച്. അതോടുകൂടി തന്നെ ഉച്ചയോടുകൂടി തന്നെ കേസ് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിൽ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ തന്നെ ഇന്നലെയായിരുന്നു കനകദുർഗയും ബിന്ദുവും സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയെ സമീപിക്കുന്ന സമയത്ത് അവർ നൽകിയ റിട്ട് ഹർജിയിൽ വിശദമായി തന്നെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇന്ന് എന്തു തീരുമാനമെടുക്കും? ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 50ഓളം പുനഃപരിശോധനാ ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. അതിനു പുറമെ തന്നെ കോടതിയലക്ഷ്യ ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവർ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിക്കാർ ഹാജരാകുന്ന സമയത്ത് കേസ് പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഉടനെ തന്നെ മെൻഷൻ ചെയ്താലും ഉടനെ തന്നെ പരിഗണിക്കേണ്ട സാഹചര്യമില്ല. കേസ് നമുക്ക് എല്ലാ കേസും ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് വന്ന പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിഗണിക്കാമെന്ന നിലപാടായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനുവരി 22 എല്ലാ കേസുകളും മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ജനുവരി 22 ഭരണഘടനാ ബെഞ്ചിലെ തന്നെ ഈ വിധിക്കെതിരെ തന്നെ വിധി എഴുതിയ ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ ഇന്ദു മൽഹോത്ര എന്ന ജസ്റ്റിസ് മാത്രമാണ് യുവതി പ്രവേശം അനുകൂലിക്കാതെ വിധി എഴുതിയത്. അവർ ഈ അവധിയിലാണ്. ആ ജസ്റ്റിസ് അവധിയിലായതുകൊണ്ട് തന്നെ 22-ാം തീയതി കേസ് പരിഗണിക്കാൻ പറ്റുമോ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കുമ്പോൾ തുറന്ന കോടതിയിലാണ് വാദം കേൾക്കുന്നത്. അതെല്ലാം തന്നെ തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം, ഒരു ഹർജി ചൂണ്ടി മെൻഷൻ ചെയ്യുകയായിരുന്നു മാത്യൂസ് നെടുമ്പാറ എന്ന അഭിഭാഷകൻ. ആ സാഹചര്യത്തിലാണ് 22-ാം തീയതി കേസുകൾ പരിഗണിക്കൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊരു നിലപാട് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ എന്നാൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ ദിവസം കനകദുർഗ നൽകിയ അല്ലെങ്കിൽ ബിന്ദുവും ചേർന്ന് നൽകിയ ഹർജി, റിട്ട് ഹർജി ഉടനെ തന്നെ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ഉറപ്പു നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കേസ് ഷെഡ്യൂൾ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് കനകദുർഗയുടെയും ബിന്ദുവിന്റെയും ആവശ്യം സുപ്രീം കോടതിയിൽ മുന്നേ മെൻഷൻ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്നത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കാരണം അതിൽ തന്നെ പ്രധാനമായി തന്നെ കനകദുർഗയും അതുപോലെ ബിന്ദുവും ചൂണ്ടിക്കാണിക്കുന്നത് സംഘപരിവാർ സംഘടനകളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ രീതിയിലുള്ള ജീവന് ഭീഷണികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ ടൈം, അതായത് എല്ലാ സമയവും ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ഏർപ്പെടുത്താൻ സർക്കാരിനോട് ഒരു നിർദ്ദേശം നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒരു പക്ഷേ അങ്ങനെ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള വിഷയമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുപ്രീം കോടതി കേസ് മറ്റു കേസുകൾക്കൊപ്പം പരിശോധിക്കാമെന്ന് പറയാതെ ഉടനെ തന്നെ പരിഗണിക്കാൻ വേണ്ടി ഇന്ന് കേസ് ലിസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കനകദുർഗയും ബിന്ദുവും പ്രധാനമായി തന്നെ പല ആവശ്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ തന്നെ ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി ഏത് യുവതികൾ, അതായത് യുവതികളായാലും സ്ത്രീകളായാലും സ്ത്രീകൾ മൊത്തമായി തന്നെ അവർക്ക് ദർശനം നടത്താനുള്ള അനുവാദം നൽകണം.
അതോടൊപ്പം തന്നെ അധികൃതർക്ക് അതിന് വേണ്ട നിർദ്ദേശം നൽകണം. നിലവിൽ തന്നെ തന്ത്രി കണ്ഠരര് രാജീവര് കഴിഞ്ഞ ദിവസം തന്നെ ഈ കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയ തൊട്ടുപിറകെ തന്നെ ശുദ്ധിക്രിയ അടക്കം നടത്തുന്ന സാഹചര്യമുണ്ടായി, നട അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം തന്നെ കോടതിയലക്ഷ്യ നടപടിയാണെന്നും ഈ പറയുന്ന ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഈ പറയുന്ന ശുദ്ധിക്രിയ നടത്തിയത് വലിയ രീതിയിലുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ യുവതികളുടെ അന്തസ് കുറയ്ക്കുന്ന തരത്തിലാണ് ആ നിലപാട് ഉണ്ടായിരിക്കുന്നത്. കാരണം യുവതികളെ ഒരു പിന്നോക്കമായി കാണുന്നു എന്നൊരു ആശയം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുമോ, അല്ലെങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ ഇന്ന് പരിഗണിച്ച ശേഷം തുടർന്ന് 22-ാം തീയതി അല്ലെങ്കിൽ മറ്റു പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം തന്നെ പരിഗണിക്കുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഒരുപക്ഷെ സുപ്രീം കോടതി ഇന്ന് ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കുമ്പോൾ ഈ ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ളത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ കേസിൽ തന്നെ ഇന്ന് പെട്ടെന്ന് പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജീവൻ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, കോടതി ലക്ഷ്യമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രവേശനം അടക്കമുള്ള ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ മാറ്റി മറ്റു ഹർജികൾക്കൊപ്പം തന്നെ പരിശോധിക്കാൻ തന്നെയായിരിക്കും ചീഫ് ജസ്റ്റിസ് തീരുമാനം എന്നാണ് അധികൃതർ, അതായത് സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ നമുക്ക് കിട്ടുന്ന സൂചന. പക്ഷേ എന്തായാലും 48-ാമത്തെ കേസാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുമെന്ന് ഉച്ചയോടുകൂടി തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കനകദുർഗയും ബിന്ദുവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു, തങ്ങൾ ഈ ശബരിമല ദർശനം നടത്തിയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ തന്നെ ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം തങ്ങൾക്ക് വളരെ രീതിയിലുള്ള ഈ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതിന് പുറത്തുനിന്നും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ പ്രധാനമായി തന്നെ ചീഫ് ജസ്റ്റിസ് എന്ത് നിരീക്ഷണത്തേക്കാണ് എത്തുക എന്നത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു നിരീക്ഷണം തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ശബരിമല വിഷയത്തിൽ ഇന്നോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ എത്ര പേർ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എത്ര പേർ ശബരിമല ദർശനം നടത്തി, എന്നാൽ ഈ ശബരിമല ദർശനം നടത്തുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി എടുത്തുള്ള എഫേർട്ടുകൾ, സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നു. വിധി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ ആ സാഹചര്യം എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരു പക്ഷേ ഈ 22-ാം തീയതി ഇന്ദിരാ ജയ്സിംഗ് ഇന്ദു മൽഹോത്ര എന്ന ജസ്റ്റിസ് കോടതി എത്താതെ തന്നെ കേസ് പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല. 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമാണ്. കനകദുർഗയും ബിന്ദുവും സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന കർണാടകയിൽ ഇന്ന് കോൺഗ്രസിന്റെ നിർണായകമായ നിയമസഭാ കക്ഷി യോഗം. ഉച്ചയ്ക്ക് 3:30 നിയമസഭാ മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. പാർട്ടി എംഎൽഎമാരെല്ലാം പങ്കെടുക്കുമെന്ന വിശ്വാസത്തിൽ ആണ് കോൺഗ്രസ്. ദില്ലിയിലായിരുന്ന BJP എംഎൽഎമാരും കർണാടകയിലേക്ക് മടങ്ങി തുടങ്ങി. JDS കോൺഗ്രസ് സർക്കാരിനെ ആശങ്കയിലാക്കിയ ഭരണ പ്രതിസന്ധി ഏറെക്കുറെ നീങ്ങുമ്പോഴാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരുന്നത്. എല്ലാ കോൺഗ്രസ് എംഎൽഎമാരും പങ്കെടുക്കുമെന്ന വിശ്വാസത്തിലാണ് ഹൈക്കമാൻഡ്. BJP പാളയത്തിലുണ്ടായിരുന്ന 5 കോൺഗ്രസ് എംഎൽഎമാരിൽ 4 പേർ കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തി. അതിനാൽ ആകെയുള്ള 80 പേരിൽ 79 പേർ മാത്രമേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നും സൂചനയുണ്ട്. സർക്കാരിന് പിന്തുണ പിൻവലിച്ച 2 സ്വതന്ത്രന്മാരിൽ ഒരാളെ കോൺഗ്രസ് വീണ്ടും അനുനയിപ്പിച്ചു. H. നാഗേഷ് MLA-ക്ക് ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം നൽകും. വിമത MLA-മാർക്ക് മന്ത്രിസ്ഥാനം നൽകാൻ മന്ത്രിസഭ അഴിച്ചുപണി വേണമോ എന്നും ഇന്നത്തെ നിയമസഭാ കക്ഷിയോഗത്തിൽ ആലോചനയുണ്ടാകും. എന്തായാലും എല്ലാ MLA-മാരെയും അണിനിരത്തി ശക്തി പ്രകടനമാണ് കോൺഗ്രസും JDS-ഉം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത്. വൈകുന്നേരം 3:30 നിയമസഭാ മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്ന് അന്വേഷിക്കും. നിലവിലെ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ ക്രൈംബ്രാഞ്ചിന് DGP-യുടെ നിർദ്ദേശം. ഇന്ത്യയിലെ അന്വേഷണം ലോക്കൽ പോലീസും വിദേശവുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചും നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അധോലോക ബന്ധം വരെ ആരോപിക്കപ്പെട്ട ഒരു കേസാണ് ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ്. നിലവിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? എന്താണ് പുതിയ തീരുമാനങ്ങൾ? ജോർജറ്റ്, അധോലോകവുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ നിലവിലെ അന്വേഷണ സംഘം കൂടുതൽ വിപുലീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സംയുക്തമായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് കേസ് അന്വേഷിക്കുക. ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് രവി പൂജാരിയെ തന്നെയാണ് സംശയിക്കുന്നത്. കാരണം ഈ ബ്യൂട്ടി പാർലറിന്റെ ഉടമയായ നടി ലീന മരിയ പോൾ പോലീസിന് നൽകിയ മൊഴി രവി പൂജാരിയിൽ നിന്ന് മാത്രമാണ് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് പിന്നിൽ രവി പൂജാരിയാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് എന്നായിരുന്നു ലീന മരിയ പോൾ മൊഴി നൽകിയത്. മാത്രമല്ല പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനവും അങ്ങനെ തന്നെയാണ്.
രവി പൂജാരിയാണ് ഇതിലെ പ്രതി എന്ന് വരുമ്പോൾ ഇയാൾ അധോലോക ബന്ധമുള്ള വലിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ രവി പൂജാരിയുടെ ബന്ധങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് ഈ കേസ് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തെ സഹായിക്കാനായി ക്രൈംബ്രാഞ്ചിനോട് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കകത്ത കേസ് ഇവിടുത്തെ അന്വേഷണ സംഘമായിരിക്കും കൈകാര്യം ചെയ്യുക. ഇന്ത്യക്ക് പുറത്ത് ഉള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടവ ക്രൈംബ്രാഞ്ച് ആയിരിക്കും നിർവഹിക്കുക. അത്തരത്തിലായിരിക്കും ഈ അന്വേഷണ സംഘം വിപുലീകരിച്ചത്. ഈ സംഭവം നടന്ന, അതായത് ഈ വെടിവെച്ച ഈ 2 പേർ ആരാണ് എന്നത് ഇതുവരെ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബൈക്കിലെത്തിയ സംഘം ഉടൻ തന്നെ കടന്നു കളയുകയായിരുന്നു. ഇവർ മലയാളികളാണ് എന്ന സൂചന പോലീസിനുണ്ട്. കാരണം രവി പൂജാരിയുടെ കൂട്ടാളികൾ പലരും കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡും മറ്റും ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്ന. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ളവരാണോ ഈ സംഘത്തിൽപ്പെട്ടത് എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസ് വലിയ തരത്തിൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിനോട് കൂടി ഈ കേസ് അന്വേഷണത്തിൽ സഹായിക്കാനായി DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചും ഇനി കേസ് അന്വേഷണത്തിൽ പങ്കുചേരും. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ പോലീസിനൊപ്പം ക്രൈംബ്രാഞ്ചും ചേർന്ന് അന്വേഷണം നടത്താനുള്ള തീരുമാനമായിരിക്കുന്നു. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. കാരാട്ട് റസാഖിന്റെയും KM ഷാജിയുടെയും കേസുകൾ വ്യത്യസ്തമെന്ന് മന്ത്രി KT ജലീൽ. കാരാട്ട് റസാഖിന്റേത് സാധാരണ തെരഞ്ഞെടുപ്പ് കേസ് മാത്രമാണ്. KM ഷാജിയുടേത് തെരഞ്ഞെടുപ്പിൽ വർഗീയത ഉപയോഗിച്ചത് കണ്ടെത്തിയെന്നതിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യനാക്കുന്ന വിധിയാണ് വന്നതെന്നും ജലീൽ കോഴിക്കോട് പറഞ്ഞു. KM ഷാജിയുടെ എതിരായിട്ടുള്ള കോടതി വിധിയും കാരാട്ട് റസാഖിനെതിരായിട്ടുള്ള കോടതി വിധിയും 2 തരത്തിൽ തന്നെയാണ് കാണേണ്ടത്. ഒന്ന്, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കേസാണ്. കാരാട്ട് റസാഖിനെതിരായിട്ടുള്ളത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കേസ്, വ്യക്തിഹത്യ നടത്തി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേസ്. KM ഷാജിക്കെതിരായിട്ടുള്ള മുസ്ലിം ലീഗ് അംഗത്തിനെതിരായിട്ടുള്ള കേസ് എൻറ്റയർലി ഡിഫറൻ്റാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തനി വർഗീയത ആളുകളിൽ കുത്തിവെക്കുന്ന, അതിലൂടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നും ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വിജയമുണ്ടായത് എന്നും ഹൈക്കോടതി 2 തവണയാണ് കണ്ടെത്തിയത്, ഒരു തവണയല്ല. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തുടങ്ങിയവർ സുപ്രീം കോടതി ജസ്റ്റിസുമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ അല്പസമയത്തിനകം ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടക്കുക. അതേസമയം ഡിസംബർ 12 ചേർന്ന കൊളീജിയം രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗ്, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീം കോടതി ജസ്റ്റിസുമാരായി ഉയർത്താൻ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ജനുവരി 5, 6 തീയതികളിൽ ചേർന്ന കൊളീജിയം ഈ തീരുമാനം മാറ്റി. പകരം ചീഫ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയെയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെയും ശുപാർശ ചെയ്യുകയായിരുന്നു. കൊളീജിയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അടക്കം നിരവധി പേർ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കൊല്ലത്ത് വിവാദ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൊല്ലം പീരങ്കി മൈതാനിയിൽ ഭരണഘടനാ വായന നടത്തി ഡിവൈഎഫ്ഐയുടെ മറുപടി. മോദി ഭരണഘടനയ്ക്ക് എതിരാണെങ്കിൽ ഞങ്ങൾ ഭരണഘടനയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചായിരുന്നു യുവജനതയുടെ പ്രതിഷേധം. സുപ്രീം കോടതി വിധിച്ച ശബരിമല വിധിയുടെ പേരിൽ ഭരണഘടനയെ തള്ളിപ്പറയുകയും സംസ്ഥാന സർക്കാരിനെ അപമാനിക്കുകയും ചെയ്ത നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ഇരമ്പി. കൊല്ലം മേയർ വി രാജേന്ദ്രബാബു ഭരണഘടന വായിച്ചു. മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം. ഭരണഘടനയ്ക്കെതിരെ കലാപം നടത്തുന്നവരെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയും ഭരണഘടനാ മൂല്യങ്ങളെ ഇകഴ്ത്തുകയുമാണ് മോദി പ്രസംഗത്തിൽ ചെയ്തതെന്ന് ഭരണഘടനാ വായനായോഗം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KU ജനീഷ് ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണഘടനയെ ലംഘിച്ചിരിക്കുന്നു. പിന്നെ പാപം അത് മനുസ്മൃതിയിൽ പറയുന്നതാണ്. ആ പാപം ചെയ്തവരാരാ? നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണോ? ഗോധരയിൽ പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ ട്രെയിനിനുള്ളിലിട്ട ആയിരക്കണക്കിന് ആളുകളെ ചുട്ടുകൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണോ? പിണറായി വിജയനാണോ? അത് ചെയ്തത് BJP ആണ്, സംഘപരിവാർ ശക്തികളാണ്. അതിനു നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയാണ് പാപം ചെയ്തിരിക്കുന്നത്.
ഈ മാസം 19-ന് ഡിവൈഎഫ്ഐ ഇന്ത്യൻ ഭരണഘടന പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കും. കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്യാം മോഹൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി SR അരുൺ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണൂർ ജില്ലയിലെ പാടാൻകവലയിൽ വന്യമൃഗശല്യത്തിനെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നാട്ടുകാരുടെ രാപ്പകൽ സമരം വിജയിച്ചു. PK ശ്രീമതി ടീച്ചർ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടത്. അതേസമയം കർഷകരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ച് സ്ഥലം MLA KC ജോസഫിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആലപ്പാട് കരിമണൽ ഖനനത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന 1 മാസത്തേക്ക് സീ വാഷിംഗ് നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനം. അതേസമയം ഖനനം തുടരും. ആലപ്പാട്ടെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കടൽഭിത്തി ശക്തിപ്പെടുത്തുമെന്നും പുലിമുട്ട് അടിയന്തരമായി നിർമ്മിക്കുമെന്നും വ്യവസായ മന്ത്രി സമരസമിതിക്കാർക്ക് ഉറപ്പു നൽകി. അതേസമയം ഖനനം പൂർണ്ണമായും നിർത്തലാക്കാത്ത പശ്ചാത്തലത്തിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് സമരസമിതി അറിയിച്ചു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായിട്ടും നീതി ലഭിക്കാതെ LPSA റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ 169 തസ്തികകൾ ഉടൻ റിപ്പോർട്ട് ചെയ്ത് നിയമനം നൽകാനാണ് കോടതി ഉത്തരവ്. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചിട്ടും മെല്ലെപ്പോക്ക് സമീപനമാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗന്റെ MD ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി 100 കോടി രൂപ കെട്ടിവെക്കണം. വാഹന പുകമലിനീകരണ നിയന്ത്രണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യൻ നിയമത്തിനനുസൃതമായി ഒരുക്കാത്തതിനാലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടി രൂപ പിഴ കെട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത്. തുക കെട്ടിവെച്ചില്ലെങ്കിൽ അറസ്റ്റും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമാണ് NGTയുടെ ഉത്തരവ്. ഇന്ത്യൻ നിയമപ്രകാരം പുകമലിനീകരണം നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളിൽ വോക്സ് വാഗൺ കമ്പനി വീഴ്ച വരുത്തിയെന്ന് നേരത്തെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവം അവസാനിച്ച് മാസപൂജയ്ക്ക് നട തുറന്നപ്പോഴും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ മാസം 20-നാണ് മകരമാസ പൂജ അവസാനിക്കുന്നത്. രാവിലെ 10 മണി വരെയാണ് നെയ്യഭിഷേകത്തിന് സമയം ഉണ്ടായിരുന്നത്. 19-ന് പന്തളം കൊട്ടാരത്തിനാണ് അഭിഷേകത്തിനുള്ള അവകാശം. കേരള പ്രവാസി സംഘം 5ാമത് സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി കോഴിക്കോട് നടക്കും. ടാഗോർ ഹാളിൽ ഇന്ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. 19-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, എളമരം കരീം MP തുടങ്ങിയവരും 2 ദിവസങ്ങളിലായി നടക്കുന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും. സർവ്വവിജ്ഞാനകോശത്തിന്റെ 17ാം വാല്യം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ PSC അംഗം R പാർവതി ദേവിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി പരേതനായ VK മുഹമ്മദ് സാഹിബിന്റെ ഭാര്യയും കൈരളി ഡയറക്ടർ VK മുഹമ്മദ് അഷറഫിന്റെ മാതാവുമായ CP ആയിഷുമ്മ മരണപ്പെട്ടു. 86 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 3:30-ന് വളാഞ്ചേരി അത്തിപ്പറ്റ ജുമാ മസ്ജിദിൽ നടക്കും. വാട്ടർ ടാങ്ക് രംഗത്തെ പ്രമുഖരായ സെൽസർ പോളിമേഴ്സ് വിപണിയിൽ പുത്തൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്നു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സമാനതകളില്ലാത്ത ദൃഢമായ ബ്ലോമോഡ് HDPE സെൽസർ റെനോ സെപ്റ്റി ടാങ്കുകൾ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സെൽസർ ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാഹ്യ സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ശേഷിയുള്ളതാണ് സെൽസർ ടാങ്കുകളെന്ന് സെൽസർ ഗ്രൂപ്പ് അവകാശപ്പെട്ടു.